മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് മാസപ്പടി കേസിൽ വീണ ടിക്ക് വീണ്ടും നോട്ടീസ് നൽകുകയാണ് ഇഡി. ഈ മാസം 29-ന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി നോട്ടീസ് നൽകിയിട്ടുള്ളത്. SFIO രേഖകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് എന്നതാണ്. ഡാനി ഇപ്പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാണ്ട് 9 മണിക്കൂറോളം ഈ വീണയെ ചോദ്യം ചെയ്തിരുന്നു. ആദ്യം ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം ഹാജരായില്ല, പിന്നീട് വീണ്ടും സമൻസ് അയക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം ആണ്. അപ്പോൾ ആദ്യം നൽകിയ വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒപ്പം SFIOയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളാണ് അവർ സമാഹരിച്ചിരുന്നത്. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണോ ഈ വീണ്ടും ചോദ്യം ചെയ്യുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, വീണാട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നേരത്തെ നൽകിയ മൊഴിയും രേഖകളുമെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിലായി ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SFIO രേഖകൾ ഏതാണ്ട് 132ഓളം രേഖകൾ അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രേഖകൾ ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ രേഖകൾ ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 29-ന് ഹാജരാകാൻ വീണാട്ടിക്ക് സമൻസ് നൽകിയിരിക്കുന്നത്. വീണ്ടും ഇഡിക്ക് മുന്നിലേക്ക് വീണ എത്തുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും തന്നെയും ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ വിളിപ്പിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട് എന്ന് അന്ന് തന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ്. അത് ആദ്യവട്ട രേഖകൾ പരിശോധിച്ചതിൻ്റെയും മൊഴികൾ പരിശോധിച്ചതിൻ്റെയും കൂടി ഒരടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് SFIO അതിൻ്റെ കുറ്റപത്ര അനുബന്ധവുമായി സമർപ്പിച്ച രേഖകളുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഈ രേഖകൾ ഇഡി തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ഇഡിക്ക് ഈ രേഖകൾ ലഭിക്കുകയും ചെയ്തത്. ഇത് പരിശോധിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതായത് SFIOയുടെ കണ്ടെത്തലുകളും കാര്യങ്ങളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിൽ കൂടി വീണയുടെ വിശദീകരണം തേടേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇഡി നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ രേഖകളോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇഡിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രേഖകൾ പരിശോധിച്ചതിൻ്റെയും വീണയുടെ മൊഴികൾ പരിശോധിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ SFIO രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി വീണയിൽ നിന്ന് വിശദീകരണം തേടേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ആധികാരികതയിലാണ് ഇപ്പോൾ 29-ന് ഹാജരാകാനായിട്ട് വീണ്ടും നിർദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഡാനി നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ആദ്യം ചോദ്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ രേഖകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ SFIO സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഡാനി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 134ഓളം ഡോക്യുമെന്റുകൾ, രേഖകൾ അവർക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ പല വിവരങ്ങളുണ്ട്. അതായത് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഉടമ്പടി, ആ ഉടമ്പടിക്ക് ശേഷം നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, എത്ര തവണയായിട്ടാണ് പണം നൽകിയത്, എന്ത് സേവനമാണ് ഈ തുകയ്ക്ക്, അതായത് SFIOയുടെ കണക്ക് പ്രകാരം 2,80,00,000 രൂപയാണ് ഇത്രയും തുക നൽകാനുണ്ടായ പശ്ചാത്തലം എന്താണ്? അതോടൊപ്പം തന്നെ എംപവർ ഇന്ത്യ എന്ന CMRLൻ്റെ തന്നെ മറ്റൊരു കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് ലോൺ ലഭിച്ചത്? ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളൊക്കെ SFIOയ്ക്ക് സമാഹരിക്കാൻ സാധിച്ചിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് HDFC ബാങ്കിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ശാഖയിൽ ലോക്കർ തുറന്ന് പരിശോധിച്ചത്. അവിടെ നിന്ന് കാര്യമായൊന്നും ലഭിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തെങ്കിലും രഹസ്യമായ വിവരങ്ങൾ സൂക്ഷിച്ചിരുന്നോ എന്നതാണ് ഇഡി അന്വേഷിച്ചത് എന്നതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയൊരു ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ കൃത്യമായ രേഖകളും തെളിവുകളും വിവരങ്ങളും ഒക്കെ നൽകേണ്ടതായി വരും വീണയ്ക്ക് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിപ്പോൾ അതിൻ്റെ സ്വാഭാവികമായും ബാങ്ക് ഇടപാടുകൾ, മറ്റ് കരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം രേഖകൾ ഉണ്ടാകും. ആ രേഖകൾ സഹിതം കൃത്യമായ മറുപടി ഓരോ ചോദ്യങ്ങൾക്കും വീണയ്ക്ക് നൽകേണ്ടതായി വരില്ലേ? തീർച്ചയായും അഭിലാഷ, കാരണം സൂചിപ്പിച്ചതുപോലെ ആദ്യ തവണത്തേക്കാൾ കുറച്ചുകൂടി കടുപ്പമുള്ളതായിരിക്കാം ഇപ്പോൾ രണ്ടാമത് ഇഡിക്ക് മുന്നിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ SFIO രേഖകൾ അത് വളരെ നിർണായകം തന്നെയായിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊന്നും തന്നെയും ഇഡിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത് മുന്നിലുണ്ടായിരുന്നില്ല. ആ രേഖകൾ പരിശോധിച്ചിരിക്കുന്നു. ആ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ഉടൻ തന്നെ ഇതിന് ഹാജരാകാനുള്ള നോട്ടീസ് അയക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ആ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഇഡിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇത്തവണ SFIOയിൽ സംബന്ധിച്ച SFIOയുടെ നിരീക്ഷണങ്ങൾ, അവരുടെ കണ്ടെത്തലുകൾ, അതിനുകൂടി വീണ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ
ബാങ്ക് ഇടപാടുകളും മറ്റു കാര്യങ്ങളുമായിരുന്നു ഇതുമായി പ്രധാനമായി ഉന്നയിച്ചിരുന്നെങ്കിൽ SFIO ഈ 2.78 കോടി സംബന്ധിയായ കാര്യങ്ങളിൽ ചില കണ്ടെത്തലുകൾ വളരെ നിർണായകമായുണ്ട്. അത് പ്രധാനമായും എന്ത് സേവനങ്ങൾ നൽകി എന്നതിൻ്റെ ആ ഒരു ചോദ്യം വളരെ ഗുരുതരമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO ചില നിരീക്ഷണങ്ങളും അവരുടെ അന്വേഷണങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ കൂടി ആ നിഗമനങ്ങളിലേക്ക് കൂടി അതിൻ്റെ നിർവചനങ്ങളിലേക്ക് കൂടി വീണ്ടും വീണ പറയേണ്ടി വരും, ഉത്തരങ്ങൾ പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ തുടർ ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് മാത്രമാണ് സമൻസ് നൽകിയിരിക്കുന്നതെന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് CMRൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, അവർ ജോയിൻ്റ് MD ശരണസ് കർത്ത, MD ശശിധരൻ കർത്തയുടെ മകനാണ്. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയും എത്തുകയുണ്ടായി. ഭാര്യയും മകളും ഇടിക്ക് മുൻപാകെ എത്തുകയുണ്ടായി. അവരിൽ നിന്നെല്ലാം വിശദമായ മൊഴികളെല്ലാം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവർക്കാർക്കും നിലവിൽ നമുക്കറിയാവുന്നത് അവർക്കാർക്കും നോട്ടീസ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ വീണയ്ക്ക് മാത്രമാണ് തുടർ ചോദ്യം ചെയ്യലിന്, രണ്ടാമത്തെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ മാസം 29-ന് ഹാജരാകുമ്പോൾ തീർച്ചയായും SFIO രേഖകൾ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെയായിരിക്കും കൂടുതലായും ചോദ്യങ്ങൾ ഉണ്ടാകുക. കാര്യം ആ രേഖകളുടെ ഒരു അഭാവമാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറിയിരിക്കുന്നു എന്നതാണ്. SFIOയുടെ കണ്ടെത്തലുകൾ തന്നെയാണ് ഈ കേസിനെ ഇത്രത്തോളം നിർണായകമായ വഴികളിലേക്ക് തിരിച്ചുവിട്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കേണ്ടതിൻ്റെ ആ നിർവചനങ്ങൾക്കപ്പുറം ഈ CMRL പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ തുകകൾ കൈമാറിയിരുന്നെന്ന കണ്ടെത്തലാണ് അതീവ ഗുരുതരമായത്. അപ്പോൾ എന്ത് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നത് സംബന്ധിയായ കാര്യങ്ങൾ വീണയ്ക്ക് ഇതിൽ ഉത്തരം പറയേണ്ടി വരുന്നു. അതിൽ തുടക്കം സൂചിപ്പിച്ചതുപോലെ ആദ്യ തവണത്തേക്കാൾ ഒരുപക്ഷെ കടുപ്പമായിരിക്കും രണ്ടാമത്തേതെത്തുമ്പോൾ. കാരണം ആ ചോദ്യം ചെയ്യലിന് ആധികാരികമായ രേഖകളുടെ പിന്തുണയുണ്ട് എന്നത് തന്നെയാണ് കാരണം. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം തുടരുക തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ആണ് വീണ ടി എന്നതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം കൂടിയുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയപ്പോഴായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അതിലിപ്പോൾ ഈ പ്രതിഷേധിച്ചവർ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ CPM പിന്നീട് നിലപാട് മാറ്റുന്ന സാഹചര്യം ആണ് ഉള്ളത്. വീണ ടിക്കെതിരായ അന്വേഷണത്തിൽ വീണ ടി മറുപടി നൽകട്ടെ എന്നുള്ളതാണ്. അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഒരു വട്ടം വീണ ടിയെ ചോദ്യം ചെയ്തതാണ്. പക്ഷേ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തത കൈവരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഉണ്ടായേക്കാം. അതും ഒരുപക്ഷെ രാഷ്ട്രീയമായി കൂടി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. കാരണം ഇതൊരു വേട്ടയാടലിൻ്റെ ഭാഗമാണ് എന്ന നിലപാട് തന്നെയാണ് CPIM സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ ടി അല്ല അവരുടെ ലക്ഷ്യം, പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPMുമാണ് അവരുടെ ലക്ഷ്യം എന്നതാണ് CPMന്റെ പൊളിറ്റിക്കൽ ലൈൻ. പക്ഷേ ഇതിൽ സാങ്കേതികമായ പിഴവുകൾ കണ്ടെത്തുകയും ഈ പണത്തിൻ്റെ സോഴ്സ് എന്ത്, അല്ലെങ്കിൽ ഈ പണം എങ്ങനെ വിനിയോഗിച്ചു, എന്തിനു വിനിയോഗിച്ചു എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെടുകയോ അത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമായി നടത്തിയ ഒരു സാമ്പത്തിക ഇടപാട് എന്ന് പ്രാഥമികമായി കണ്ടെത്തുകയോ ചെയ്താൽ ഉറപ്പായും അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് തന്നെ ED കടക്കുകയും ചെയ്യും.